എന്തേ ഇനി ഉറങ്ങിയില്ലേ? മോളെ, എനിക്ക് ആകെ പേടി തോന്നുന്നു. അവൾ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങി പോവുമോ? ഒരു പെൺകുട്ടിയാ. എൻ്റെ ചേട്ടാ, ചേട്ടൻ പ്രശ്നമാക്കണ്ട. നാളെ മുതൽ ഞാനും സ്കൂളിലേക്ക് ചെല്ലാം. നമുക്ക് ഒരുമിച്ച് വരാം, പോരെ? ചേട്ടൻ ഇതെല്ലാം ആലോചിച്ച് വെറുതെ ഉറക്കം കളിയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. ദേ ഉറങ്ങൂന്നേ, സമയം അർദ്ധരാത്രി കഴിഞ്ഞു കേട്ടോ. മോളെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ചേട്ടന് തോന്നുന്നതാവും. ഒന്ന് ഉറങ്ങാൻ നോക്ക്. നോക്ക് മോളെ, ഇത് എന്റെ തോന്നലല്ല. എന്താ പ്രശ്നം? നീ വാ വാ. ഈ ചേട്ടന്റെ ഒരു കാര്യം. എടി, വാതിലിതാ തുറന്നു കിടക്കുന്നു. നോക്ക് മിനിമോളെ. മിനിമോളെ, അയ്യോ മിനിമോളെ പോകുന്നു. അയ്യോ മിനിമോളെ. മിനിമോളെ. മിനിമോളോ? ഞാൻ മിനിമോളല്ല. മിനിമോളെ, മോളെ അവിടെ നിൽക്കാൻ. മോളെ നിന്നോട് പറഞ്ഞത്. മിനിമോളെ. മോളെ. മിനിമോളെ. മിനിമോളെ. വിടെന്നെ. വിട്. മിനിമോളെ. മോളെ. വിട്. ഞാൻ മിനിമോളല്ല. എന്താ നീ പറയുന്നത്? യാസ്മീന. നിങ്ങളൊക്കെ ആരാ? ഇങ്ങോട്ട് വാടി. വിട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം. വിടെന്നെ. വാ, വന്ന് കിടക്ക് ചേട്ടാ. കൃഷ്ണ, ചേട്ടാ എന്താ ഇത്? ഇങ്ങനെ ഉറക്കൊഴിച്ച നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ? മോളെ, എനിക്ക് ആകെ മടുത്തു. സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹമേ പോയി. ചേട്ടാ എല്ലാം ശരിയാവും, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പിന്നെ നോക്ക്, മറ്റൊരു വാ വയറ്റിലുണ്ട്. നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണണ്ടേ? ഞാനത് മറന്നു. നമുക്ക് നാളെ പോവാം. അങ്കിളെ, മിനിമോൾ ഇന്നലെ ക്ലാസ്സിൽ ഇറങ്ങിയോടി. ഞങ്ങള് പിടിച്ചു വെച്ചതാ. ഇത് പല തവണയാ നടക്കുന്നു. അങ്കിളൊന്ന് ശ്രദ്ധിച്ചോണേ. ശരി. ഇന്നലെ രാത്രി ആ സമയത്ത് ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ മിനിമോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയനെ. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വർമാജിക്കിനെ ടെൻഷൻ അടിക്കില്ലേ? ആ ഒരു ഓപ്പറേഷൻ നടത്തിയ മിനിമോളുടെ പ്രശ്നം സോൾവ് ആകുമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ കുട്ടി കോമ സ്റ്റേജിലാകില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാ? അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഒരല്പം കൂടി ക്ഷമിക്കൂ വർമാജി, എല്ലാം ശരിയാവും. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കടാ, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?